ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് EC2 സെർവറിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഫാമിലി എങ്ങനെ മാറ്റാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ സ്മോളിൽ നിന്ന് മീഡിയത്തിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഫാമിലി തന്നെ മാറ്റിയ T2 നിന്ന് T3യിലേക്ക് മാറ്റുക, അതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് EC2ൻ്റെ ഡാഷ്ബോർഡിലാണ്. എൻ്റെ ഒരു സെർവർ റണ്ണിങ് ആണ്. ആ സെർവറിനാണ് ഞാൻ മാറ്റാനായിട്ട് പോകുന്നത്. ERP എന്ന് പറയുന്ന സെർവറിൻ്റെ ഇപ്പോൾ T2 സ്മോളാണ് ഇപ്പോൾ ഇൻസ്റ്റൻസ് ടൈപ്പ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ആക്ഷൻ ഇൻസ്റ്റൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻസ്റ്റൻസ് ടൈപ്പ് ഹൈഡായിട്ട് കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ റണ്ണിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റൻസ് ടൈപ്പ് അല്ലെങ്കിൽ ഫാമിലി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് എന്നാണ് സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. സ്റ്റോപ്പ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ആക്ഷൻ ചൂസ് ചെയ്യുക, എന്നിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റോപ്പ്ഡ് ആണ്. ഞാനപ്പോൾ ആക്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റൻസ് സെറ്റിങ്ങിൽ പോയിട്ട് ചേഞ്ച് ഇൻസ്റ്റൻസ് ടൈപ്പ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ എൻ്റെ കറണ്ട് ഇൻസ്റ്റൻസ് ടൈപ്പ് T2 സ്മോളാണ് കാണിച്ചിരിക്കുന്നത്. താഴത്ത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫാമിലി ടൈപ്പിലേക്കോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മാറ്റാൻ പോകുന്നത് T2 സ്മോളിൽ നിന്ന് T2 മൈക്രോയിലേക്കാണ് മാറ്റാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ് ഏത് വേണമെന്നുള്ളത്. ഞാൻ മൈക്രോ ചൂസ് ചെയ്യുകയാണ്. അത് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. ഇപ്പോൾ ലാർജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ലാർജിലേക്ക് മാറ്റാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഏറ്റവും ചെറുത് നാനോ ആണ്. നാനോ, മൈക്രോ, സ്മോൾ, ലാർജ്, മീഡിയം, ലാർജ് അങ്ങനെ പോകും. അപ്പോൾ ഞാനിപ്പോൾ മൈക്രോ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കുവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എഫക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ERP എന്ന് പറഞ്ഞ സെർവർ T2 മൈക്രോയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റസ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് സ്റ്റോപ്പ്ഡ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷനിൽ സ്റ്റാർട്ട് ഇൻസ്റ്റൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പെൻഡിങ് ആയിരിക്കും. പെൻഡിങ് സ്റ്റാറ്റസിൽ നിന്ന് മാറിയിട്ട് നേരെ റണ്ണിങ്ങിലേക്ക് മാറും. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ റണ്ണിങ് ആയിട്ടുണ്ട്. അതേപോലെ സ്റ്റാറ്റസ് ചെക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റൻസ് കണക്ട് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഇഷ്യൂ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ഇപ്പോൾ പാസ്സായിട്ടുള്ള അതും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇനിഷ്യലൈസിംഗ് ആണ് സ്റ്റാറ്റസ് ചെക്ക് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. റിഫ്രഷ് ചെയ്ത് ഞാൻ മാറിക്കൊണ്ടിരിക്കുക എൻ്റെ സ്റ്റാറ്റസ്. ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ചെക്ക് 2 സ്റ്റാറ്റസ് ചെക്കും പാസ്സായിട്ടുണ്ട്. ഇനി നിങ്ങൾ SSH വഴി കണക്ട് ചെയ്ത് നോക്കുക. RDP ആണെങ്കിൽ RDP വഴി കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.